സന്ധ്യ ആയപ്പോഴത്തേക്ക് ആൻജിയോഗ്രാമിൻ്റെ ലിസ്റ്റ് വായിക്കുന്നു, ഇവിടെ പേരില്ല. അത് അറ്റൻഡോട് പുള്ളിയുടെ പേര് ചോദിക്കുന്നു, സാറേ വേണുവിൻ്റെ പേരില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഈ ലിസ്റ്റിൽ പേരില്ല, നിങ്ങളുടെ ഡോക്ടർ ഏതാണെന്ന് ചോദിച്ചു. അല്ലെ സിസ്റ്ററോട് എന്തെങ്കിലും സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് ചോദിച്ചു, ആൻജിയോഗ്രാമിൻ്റെ ലിസ്റ്റ് വായിച്ചില്ലല്ലോ, അതിൻ്റെ പേരില്ലല്ലോ. അതന്നേരം അവർ പറഞ്ഞ് അത് എനിക്കറിയത്തില്ല, നിങ്ങൾ നമ്മുടെ ഡോക്ടർ വരുമ്പം ചോദിച്ചു. അത് അവർ വിളിച്ചിട്ടാണ് ചെയ്തത്. വരുമ്പം ചോദിച്ചു ഡോക്ടർ എനിക്ക് നാളെ ആൻജിയോഗ്രാം പറഞ്ഞില്ല, പിന്നെ എന്തോ എനിക്ക് അത് നാളത്തേക്ക് ആൻജിയോഗ്രാം ബുക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് വന്നില്ലെങ്കിൽ, ഇൻ കേസ് അവർ ആ വേർഡ് യൂസ് ചെയ്തു, ഇൻ കേസ് ഒരു പേഷ്യൻ്റ് വന്നില്ലെങ്കിൽ അച്ഛനെ ആൻജിയോഗ്രാം ചെയ്യാൻ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ നാളത്തേക്ക് ആൻജിയോഗ്രാമുള്ള പേഷ്യൻസ് എല്ലാം വന്നുള്ളൂ, അതുകൊണ്ടാണ് ആൻജിയോഗ്രാം ചെയ്യാത്തത്. അച്ഛൻ്റെ നോർമൽ, അച്ഛൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു, നോർമലാണ്, കുഴപ്പമില്ല, ഈ മരുന്ന് കഴിച്ചാൽ മതി. എന്നിട്ട് വേണുവിന്റെ കൊല്ലത്തെ വീടാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല സന്ദർശിക്കുന്നത്. ഭാര്യ സിന്ധു കാര്യങ്ങളൊക്കെ രമേശ് ചെന്നിത്തലയോട് വിശദീകരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അവരെന്താണെങ്കിലും ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ആൻജിയോഗ്രാം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കാര്യങ്ങളൊന്നും കൃത്യമായി തന്നെ നടന്നില്ല എന്നാണ് ആ കുടുംബം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത്. വേണുവിൻ്റെ ഏറ്റവും ദയനീയകരമായ ഒടുവിലത്തെ വാക്കുകളൊക്കെ നമ്മൾ കേട്ടതാണ്. അതിൽ നിന്നും അല്പം പോലും ആ കുടുംബം വ്യതിചലിക്കുന്നില്ല. പക്ഷേ വിശദീകരണവുമായി മെഡിക്കൽ കോളേജ് അധികൃതർ രംഗത്തേക്ക് വരുന്ന സാഹചര്യവും നമ്മളിന്ന് കണ്ടു. പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ ഉറപ്പാക്കിയെന്നാണ് കാർഡിയോളജി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ മാത്യു വിശദീകരിക്കുകയുണ്ടായത്. എന്താണെങ്കിലും ഈ വിഷയം സംബന്ധിച്ചുള്ള സജീവ ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. ചികിത്സാ പിഴവ് എന്നുള്ള ആരോപണം അങ്ങനെ നിലനിൽക്കുകയുമാണ്.